കർത്താവിൽ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു ആത്മീക രഹസ്യം പറയാനും വേണ്ടിയും പ്രാർത്ഥിക്കാനും കൂടിയാണ് ഇപ്പോൾ നിങ്ങളുടെ മുൻപിലേക്ക് കർത്താവിൻ്റെ നിയോഗത്തോടെ ഞാൻ എത്തിയിരിക്കുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ പലതും പാതി വഴിയിൽ മുടങ്ങിപ്പോയിട്ടുണ്ടാകും, ചിലത് നഷ്ടപ്പെട്ടു തന്നെ പോയിട്ടുണ്ടാകും, വീണ്ടെടുക്കാൻ കഴിയാത്ത നിലയിൽ. എന്നാൽ അങ്ങനെയുള്ള ചില വിഷയങ്ങളെ ഉപേക്ഷിക്കാൻ വരട്ടെ, നമുക്കതിൻ്റെ മേൽ അവസാനമായി ഒരിക്കൽ കൂടെ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കാം. ഒരു ദൈവപ്രവൃത്തി നിശ്ചയമായിട്ടും സംഭവിക്കും. ബൈബിൾ പ്രകാരം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൈവിട്ടു പോകുന്ന സൗഭാഗ്യങ്ങളെ തിരികെ പിടിക്കാനും നമ്മുടെ അവസ്ഥയ്ക്ക് പെട്ടെന്നൊരു മാറ്റം വരുത്താനും വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് എനിക്ക് ദൈവവചന പ്രകാരം നിങ്ങളോട് പറയാൻ കഴിയും. അത് ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വചനമാണ്. അത് ഇങ്ങനെയാണ്: ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ ഇയ്യോബിന് ഇരട്ടിയായി കൊടുത്തു. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല, നഷ്ടപ്പെട്ടത് ഇരട്ടിയായിട്ട് തിരിച്ചു കിട്ടുമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ വചനപ്രകാരം അത് സംഭവിക്കണമെങ്കിൽ സ്നേഹിതർക്ക് വേണ്ടി ആ ദൈവമനുഷ്യൻ പ്രാർത്ഥിച്ച പോലെ നമ്മളെപ്പോലെ തുല്യ ദുഃഖിതരായിരിക്കുന്ന ചിലർക്ക് വേണ്ടിയും കൂടെ പ്രാർത്ഥിക്കാൻ തയ്യാറാവുക. എൻ്റെ ജീവിതത്തിൽ വലിയ ചില പ്രശ്നങ്ങളുടെയും സംഘർഷങ്ങളുടെയും സമയത്തിലൂടെ ഞാൻ കടന്നുപോയപ്പോൾ ഞാനിത് ജീവിതത്തിൽ പരീക്ഷിച്ചു തുടങ്ങിയ ഒരു ദൈവദാസനാണ്. ഉദാഹരണമായി പറഞ്ഞാൽ, നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ വേണ്ടത്ര പണമില്ലെന്ന് കരുതുക, നിങ്ങളുടെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടത്ര പണമില്ലെന്ന് കരുതുക. എനിക്ക് സാമ്പത്തിക വഴി തുറക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് മുന്നവേ നിങ്ങളെപ്പോലെ ഈ അവസ്ഥയിലായിരിക്കുന്ന 3 പേർക്ക് വേണ്ടി അവരുടെ പേര് എഴുതി വെച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, ഇദ്ദേഹത്തിന് വേണ്ടി ദൈവത്തിൻ്റെ സാമ്പത്തിക വഴി തുറക്കണമേ. ദൈവമേ, ഞാൻ ബ്രദർ ദീപുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അദ്ദേഹത്തിൻ്റെ സമ്പത്തിൻ്റെ വഴി തുറന്നു കൊടുക്കണമേ. ദൈവമേ, പ്രിയപ്പെട്ട ബ്രദർ ജോമോന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, അദ്ദേഹത്തിൻ്റെ സമ്പത്തിൻ്റെ വഴി തുറന്ന് ഭദ്രമായി അനുഗ്രഹിക്കണേ. നമ്മളിങ്ങനെ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നമ്മൾക്കായി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചോദിക്കുന്നതിനേക്കാളും ഇരട്ടിയായ അനുഗ്രഹം വരുന്നതിന് അത് കാരണമാകും. രണ്ടാം കാര്യം, ഒരു സ്ഥാപനത്തിലാണ് നഷ്ടം നേരിടുന്നതെങ്കിൽ ആ സ്ഥാപനത്തിൽ ഇരുന്നുകൊണ്ട് വേണം ഈ പ്രാർത്ഥന ചെയ്യാൻ. ജോലിസ്ഥലത്താണെങ്കിൽ ആ ജോലി സ്ഥലത്ത് ഇരുന്നുകൊണ്ട് വേണം ഈ പ്രാർത്ഥന നിർവഹിക്കാൻ. പഠിച്ചിട്ട് വേണ്ടത്ര വിജയിക്കാൻ കഴിയാതെ തോറ്റു പോവുകയാണെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ പരിസരത്ത് നിന്നുകൊണ്ട് വേണം ഈ പ്രാർത്ഥന ചെയ്യാൻ. കാരണം നിങ്ങൾക്ക് എവിടെ നഷ്ടപ്പെട്ടോ അവിടെയാണ് തിരയേണ്ടത്, അല്ലാതെ വേറെങ്ങുമല്ല പോയി തിരയേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഫലം എവിടെ നഷ്ടപ്പെട്ടോ അവിടെ തന്നെ വലയിറക്കണമെന്നുള്ളതാണ് യേശു പത്രോസിൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ തെളിയിച്ച് കാണിച്ച മാതൃക. അതുകൊണ്ട് നഷ്ടപ്പെട്ടിടത്ത് തന്നെ തിരയണം, കണ്ടെത്തപ്പെടേണ്ടിടത്ത് തന്നെ നമ്മൾ അന്വേഷിക്കണം. അതുകൊണ്ട് ഈ കാര്യം ചെയ്യുക. ഒരു ചെറിയ കഷ്ണം പേപ്പർ എടുക്കണം, ഒരു കുഞ്ഞു പേപ്പർ, ഒരു ബസ് ടിക്കറ്റിൻ്റെ വലിപ്പമുള്ള പേപ്പർ മതി. ആ പേപ്പർ എടുത്തിട്ട് ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായത്തിൻ്റെ 10-ാം വചനത്തിലെ യഹോവ ഇയ്യോബിന് ഇരട്ടിയായി കൊടുത്തു എന്ന് വരുന്ന വചനം എഴുതണം. അതായത്, മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ ഇയ്യോബിന് ഇരട്ടിയായി കൊടുത്തു. ഇയ്യോബ് എന്ന് പറയുന്ന പേരിൻ്റെ സ്ഥാനത്ത് നിങ്ങളുടെ പേര് വേണം നിങ്ങൾ എഴുതാൻ. എന്നിട്ട് ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 10-ാം വചനപ്രകാരം, എനിക്ക് മുൻപുണ്ടായിരുന്നത് ഇരട്ടിയായി ദൈവം എനിക്ക് ഇവിടെ നിന്ന് തന്നെ നൽകുമെന്ന് വിശ്വാസത്താൽ ക്ലെയിം ചെയ്ത് 2 കൈയിലും അത് അല്പനേരം പിടിച്ച് അവിടെ തന്നെ നിന്നുകൊണ്ട് നിങ്ങളുടെ കൈകളിലെ താപനില, നിങ്ങളുടെ കയ്യിലെ ചൂട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പേപ്പറിലേക്ക് പകരപ്പെടണം. അതിനെ ജീവിപ്പിച്ചെടുക്കണം. മരിച്ചു കിടന്ന സ്ത്രീയുടെ മകനെ ഉയർപ്പിക്കാൻ പ്രവാചകൻ ആ മൃതശരീരത്തിന് മീതെ കയറിക്കിടന്നു ചൂട് പിടിച്ചപ്പോൾ ആ കുട്ടി ജീവനോട് എഴുന്നേറ്റതുപോലെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ പേപ്പർ കഷ്ണം വെറും ഒരു പേപ്പർ കഷ്ണമല്ല, നിങ്ങളുടെ ഭാവിയാണ്. അപ്പോൾ അതിനെ ജീവിപ്പിക്കണമെങ്കിൽ നിങ്ങളുടെ ആത്മീക സ്പർശനമാണ് നിങ്ങളതിൽ നൽകുന്നത്. മറ്റുള്ളവർ ചോദിച്ചൊക്കെ എന്തിനാണ് ഈ വെറുതെ ഒരു പേപ്പർ എഴുതി കൈ പിടിക്കുന്നത്? പക്ഷെ നമുക്കിതൊരു വെറും പേപ്പർ കഷ്ണമല്ല. നമ്മുടെ കൈകളിൽ ഇരിക്കുന്നത് നമ്മുടെ നാളത്തെ ഫലമാണ്, നമ്മുടെ ഭാവിയാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ വഴിത്തിരിവാണ്. അത് നമ്മുടെ കരങ്ങളിൽ പിടിച്ച് അല്പനേരം നിങ്ങളുടെ തന്നെ ചൂട് അതിന്മേൽ പകർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് അവിടെ നിന്ന് ആ പ്രാർത്ഥന തീരുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം സൃഷ്ടിച്ചു തുടങ്ങിയതായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ അത് നിങ്ങളെ നിശ്ചയമായിട്ടും സഹായിക്കും. ബിസിനസ്സിൽ തോറ്റുപോയ ഒത്തിരി പേരെ
ഞാൻ ഈ നിലയിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞതിനാൽ അവർക്ക് ഉന്നമനമുണ്ടാകുന്നതിന് ഞാൻ അനുഭവസ്ഥനാണ്. അവരുടെ നന്മകൾ ഞാൻ സ്വീകരിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ ലൈഫിൽ ഇത് നിങ്ങൾക്ക് 100% ഗുണകരമായി തീരും. അതുകൊണ്ട് ഈ കാര്യം ചെയ്യുക. എന്നാൽ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ചിലർ കൃഷി ചെയ്താൽ അതിന് ഫലം കിട്ടത്തില്ല. കാർഷിക രംഗത്ത് ദുരിതം അനുഭവിക്കുന്നവരോട് ഞാൻ പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഈ വചനപ്രകാരമല്ല, പകരം യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 25-ാം വചനമാണ് നിങ്ങൾ ഈ വിധത്തിൽ എഴുതേണ്ടത്. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 25-ാം വചനം. ഈ 2 വചനങ്ങൾ നിങ്ങൾക്ക് തരുന്നു. ബാക്കി ഏത് മേഖലയിൽപ്പെട്ടവർക്കും ഈ യോബിൻ്റെ പുസ്തകം 42:10 ഉപയോഗിക്കാം. കാർഷിക രംഗത്ത് നിൽക്കുന്നവർ യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ തിരുവെഴുത്ത് ഉപയോഗിക്കുക. നമുക്ക് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത് വെറും ഒരു മതഗ്രന്ഥമല്ല. നമുക്ക് ദൈവത്തിൻ്റെ വചനമാണ്. ഇത് ആത്മാവായ ദൈവത്തിൻ്റെ ലിഖിത രൂപമാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഈ ലോകത്തിലെ ഏത് മന്ത്രത്തെക്കാളും ശക്തി ഈ എഴുതപ്പെട്ടിരിക്കുന്ന തിരുവെഴുത്തിനുണ്ട്. അത് വായിക്കുന്നവനും വായിച്ച് കേൾക്കുന്നവനും പ്രമാണിക്കുന്നവനും അനുഗ്രഹിക്കപ്പെടും. അത് പ്രഖ്യാപിക്കപ്പെടുന്നിടത്ത്, അത് വിശ്വസിക്കപ്പെടുന്നിടത്ത്, ഏറ്റുപറയപ്പെടുന്നിടത്ത്, എഴുതുന്നയിടത്ത് അതിൻ്റെ ജീവൻ തീർച്ചയായും വെളിപ്പെടും. അതുകൊണ്ട് നിങ്ങൾക്കിത് ഉപകാരപ്പെടട്ടെ എന്നുള്ള വലിയ ആഗ്രഹത്തോടെയാണ് ഞാനിത് പറയുന്നത്. ഒത്തിരി പേർ അവരുടെ നഷ്ടങ്ങളിൽ നിന്ന് തിരികെ കയറാനുള്ള പരിശ്രമത്തിലാണ്. തീർച്ചയായും നിങ്ങൾക്കിത് ഗുണകരമാകും. ഇനി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, യേശു ക്രിസ്തുവിൻ്റെ ബലമുള്ള നാമത്തിൽ പുനഃസ്ഥാപനങ്ങളുടെ ദൈവമായ അങ്ങയുടെ കരങ്ങളിൽ എന്നോടുകൂടെ പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളുടെ ജീവിത പ്രശ്നങ്ങളെയും നഷ്ടങ്ങളെയും കണ്ണുനീരിനെയും ഞാൻ അർപ്പണം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇവരെന്തിനെ ചൊല്ലി വേദനിക്കുന്നുവോ വലയുന്നുവോ, ഏതെല്ലാം കാര്യങ്ങളിൽ ഇവരുടെ ഹൃദയം ഉലയുന്നുവോ, ഇതിൻ്റെ മേലെല്ലാം സ്വർഗത്തിലെ എൻ്റെ വലിയവനായ കർത്താവിൻ്റെ അത്ഭുത ഭുജത്തിൻ്റെ വലിയ പ്രവൃത്തി ഈ നിമിഷം തന്നെ വെളിപ്പെടുന്നത് കാണുവാൻ സഹായിക്കണം. വിശ്വാസത്തോടുകൂടെ എഴുതി കരങ്ങളിൽ വഹിക്കുന്ന ദൈവവചനത്തിൻ്റെ അത്ഭുത ശക്തി ഇവരുടെ കരങ്ങളിലെ നഷ്ടപ്പെട്ടു പോയ ചില സൗഭാഗ്യങ്ങൾ ഇരട്ടിയായി തിരികെ ലഭിക്കുന്നതിന് അവിടുത്തേക്ക് കാരണമാക്കി തീർക്കണമേ എന്നും ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു. യേശു ക്രിസ്തു ജീവനുള്ള സത്യദൈവപുത്രൻ എന്നുള്ള ഉറപ്പ് ഇവർക്ക് ലഭിക്കത്തക്ക വിധം ഈ ഭൂമിയിൽ വന്ന യാഥാർത്ഥ മിശിഹയായ ക്രിസ്തുവിനെ ഇവർ അനുഭവിച്ചറിയുവാൻ, കണ്ടെത്തുവാനുള്ള വിശ്വാസ യാത്രയിൽ അത്ഭുതകരമായ ചില സ്ഥിരീകരണങ്ങൾക്ക് ഈ പ്രാർത്ഥനാ അനുഭവം ഇവരുടെ ലൈഫിൽ ഒരു കാരണമാകട്ടെ. ഏകസത്യ ദൈവമായ പിതാവെ അങ്ങയെയും അവിടുത്തെ പുത്രനാം ക്രിസ്തു യേശുവിനെയും ഇവർ തിരിച്ചറിഞ്ഞുകൊണ്ട് നിത്യജീവന്റെ അവകാശം പ്രാപിക്കത്തക്ക വിധം ഇവരുടെ ഹൃദയത്തിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന, കണ്ണുനീരിന് മറുപടി നൽകുന്ന യാഥാർത്ഥ ദൈവം അവിടുന്ന് നിന്ന് ഇവർ അറിയാൻ തക്ക വിധം ഈ പ്രവൃത്തി ഇവരുടെ ജീവിതത്തിൽ ഒരു മുഖാന്തരമാക്കി തീർക്കണമേ. സ്ഥാപനങ്ങൾ, പഠനങ്ങൾ, പ്രവർത്തന മേഖലകൾ, നഷ്ടപ്പെട്ട ജോലി, പടിയിറക്കി വിട്ട സ്ഥാപനങ്ങൾ, ഇവിടേക്കെല്ലാം അങ്ങയുടെ പ്രിയപ്പെട്ട മക്കൾ ഈ പ്രാർത്ഥനയോടുകൂടെ തിരികെ സ്വീകരിക്കപ്പെടുന്ന ഒരവസ്ഥ ദൈവം തുറന്നു കൊടുക്കാൻ പോകുന്നതിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവായ യേശുവേ, പച്ചപ്പുഴുവും തുള്ളനും വെട്ടിക്കിളിയും തിന്നുകളഞ്ഞ കാലത്തിന് പകരം ദൈവം ഞങ്ങൾക്ക് പകരം സംവത്സരങ്ങളെ തരും. യോബ് തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവൻ്റെ അവസ്ഥയ്ക്ക് ഭേദം വരുത്തി. കഴിഞ്ഞ കാലത്തേക്കാൾ ഇരട്ടിയായി ദൈവം അവൻ്റെ ശിഷ്ടകാലഘട്ടത്തെ ആദരിച്ചു. ഞങ്ങൾ ദൈവത്തിൻ്റെ അത്ഭുതത്തിൽ വിശ്വസിക്കുന്നു. എന്നോടുകൂടെ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്കെല്ലാം ഇത് വലിയ വിടുതലും വലിയ വിശാലതയ്ക്കും കാരണമാക്കി തീർക്കണം. മഹാദൈവമായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സർവശക്തിയുള്ള മഹാനാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദയവുണ്ടായി കേൾക്കണം എൻ്റെ സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. തീർച്ചയായും ഇതിൻ്റെ അഭിവൃദ്ധിയും റിസൾട്ടും ഇൻസ്റ്റൻ്റായി നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ ആ ഒരു സാക്ഷ്യം കേൾക്കാൻ ഞാൻ കാത്തിരിക്കുന്നു. നിങ്ങളുടെ അനുഗ്രഹത്തിൽ നിങ്ങളോടുകൂടെ സന്തോഷിക്കുന്ന ഒരു ഹൃദയവുമായി ഞാനും ഇവിടെ ആയിരിക്കുന്നു. ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.